ESI പരിധി 30,000 രൂപയാക്കി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലേക്ക്. പ്രയോജനം ലഭിക്കുക 1 കോടിയോളം ആളുകൾക്ക്. ESI ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭിക്കുന്നതുവരെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാം. ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി സർക്കാർ. ന്യൂനപക്ഷ സംഗമം മാത്രമല്ല 33 വകുപ്പുതല സംഗമങ്ങളാണ് നടത്തുന്നതെന്ന് വിശദീകരണം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സർക്കാരിന് പേടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടി പ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജീവനൊടുക്കിയ നിലയിൽ. മരിച്ചത് വയനാട് മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടം. ആത്മഹത്യയ്ക്ക് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരെന്ന് ആക്ഷേപം. CPM നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണങ്ങളുമായി DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയെന്നും AC മൊയ്തീന്റെ ഇടപാടുകൾ ഉന്നതരുമായെന്നും പുറത്തുവന്ന ശബ്ദരേഖയിൽ നേതാക്കൾ സ്വന്തം കാര്യം നോക്കാൻ മിടുക്കരെന്ന് ശരത് പ്രസാദ്. ബിന്ദുവിനെതിരായ വ്യാജമാല മോഷണ കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. പോലീസിന്റെ വീഴ്ച വ്യക്തം. പേരൂർക്കട SHO ശിവകുമാർ, പരാതിക്കാരി ഓമന ഡാനിയേൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് പരാമർശം. 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സ്ഥാനമേറ്റു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പങ്കെടുത്ത് ജഗ്ദീപ് ധൻഖറും.